ഹായ് ഓൾ, വെൽക്കം ടു ഇംഗ്ലീഷ് കെയർ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്ത് മടുത്താൽ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്ത് മടുത്തു, അല്ലെങ്കിൽ ഞാൻ ആ സിനിമ കണ്ടു മടുത്തു, അല്ലെങ്കിൽ ഞാൻ അവളുടെ ഡ്രാമ കണ്ടു മടുത്തു, അല്ലെങ്കിൽ ചോറ് കഴിച്ചു മടുത്തു. നമ്മളെപ്പോഴും മലയാളത്തിൽ പറയാറുണ്ട് ഞാൻ അത് ചെയ്തു മടുത്തു, ഞാൻ ഇത് ചെയ്തു മടുത്തു എന്നൊക്കെ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നറിയോ? പറഞ്ഞുതരാം. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് യൂസ് ചെയ്ത് പറയാവുന്നതാണ്. ഫ്രേസ് ഇതാണ്: ഐ ആം ടയേർഡ് ഓഫ്. ഐ ആം ടയേർഡ് ഓഫ്. നമ്മൾ ഈ ഐ ആം ടയേർഡ് ഓഫ് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ING ഫോം ചേർത്ത് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ പറയാം? ഐ ആം ടയേർഡ് ഓഫ് വാച്ചിങ് യുവർ ഡ്രാമ. എൻ്റെ ഡ്രാമ കണ്ട് ഞാൻ മടുത്തു. അല്ലെങ്കിൽ ഐ ആം ടയേർഡ് ഓഫ് ഈറ്റിംഗ് റൈസ്. ഞാൻ റൈസ് കഴിച്ചു മടുത്തു. എപ്പോഴും റൈസാണ്, അപ്പോൾ ഞാനത് കഴിച്ചു മടുത്തു. അപ്പം നിങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ഭയങ്കരമായിട്ട് ആ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങൾ ടയേർഡായി, അത് നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആക്കിയെങ്കിൽ എങ്ങനെ പറയാം? ഐ ആം ടയേർഡ് ഓഫ് വർക്കിംഗ് ഓൺ ദിസ് പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്ത് ഞാൻ കംപ്ലീറ്റ്ലി ടയേർഡാണ്, ഇനി അത് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്ത് നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഈ ടയേർഡ് ഓഫ് യൂസ് ചെയ്ത് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൊരു കോളേജിലൊരു പ്രശ്നം വന്നു, നമ്മൾ അതിനെക്കുറിച്ച് പ്രിൻസിപ്പളോട് സംസാരിച്ചു, ബട്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നോ ചേഞ്ചസ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ടയേർഡ് ഓഫ് സ്പീക്കിംഗ് വിത്ത് പ്രിൻസിപ്പൾ റിഗാർഡിംഗ് ദി ഇഷ്യൂ. ആ ഇഷ്യൂവിനെ കുറിച്ച് പ്രിൻസിപ്പളോട് സംസാരിച്ച് ഞാൻ ടയേർഡായി. അപ്പോൾ ഈ ഐ ആം ടയേർഡ് ഓഫ് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും എന്ത് ചെയ്യുക? ING ഫോം ചേർത്തിട്ട് പറയാം, അതായത് ജെറൻഡ് ഫോം ചേർത്തിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, ഡൂയിങ്, സ്വിമ്മിങ്, വർക്കിംഗ്, വാച്ചിങ്, അങ്ങനെ എപ്പോഴും ING ഫോം ചേർത്തിട്ട് പറയാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇത് ഗ്രാമറ്റിക്കലി കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ അത് എന്ത് ചെയ്യുക? എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ജോലി അന്വേഷിച്ചു മടുത്തു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കമൻറ്റ് ബിലോ.